ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഈ ഒരു റമളാൻ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 നോമ്പ് വരെ നമ്മൾ നോറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ലൈഫിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ദന്ത സംരക്ഷണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അതായത് നമ്മൾ പ്രത്യേകം ഒരു കെയർ എടുക്കേണ്ട ഒരു മാസം കൂടിയാണ് റമളാൻ മാസം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡയറ്റിലും നമ്മുടെ വെയിറ്റ് ലോസിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ നമുക്ക് വരുത്താൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് ഈ റമളാൻ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ റമളാൻ മാസത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത്താഴം മുതൽ നോക്കാം. അതായത് രാവിലെ നമ്മൾ സുബഹിൻ്റെ മുമ്പ്, രാവിലത്തെ പ്രയറായ സുബഹിൻ്റെ മുമ്പ് നമ്മൾ ഒരു അത്താഴം കഴിക്കൽ വളരെയധികം സുന്നത്തായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ശരീരത്തിന് അത് വളരെ നീഡായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒന്നുകൂടിയാണ് നമ്മൾ അത്താഴം കഴിക്കുക എന്ന് പറയുന്നത്. അത്താഴം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ലൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഭയങ്കര ഹെവി ആയിട്ട്, അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിലെപ്പോഴും ചോറും അതുപോലെ താളിച്ച കറികളും എന്തെങ്കിലുമൊക്കെ പൊരിച്ചതും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ അത്താഴം കഴിക്കുക. അത് പണ്ടുള്ളവർക്ക് അറിയാഞ്ഞിട്ടും അന്ന് നമ്മൾ ഹെവിയായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഫുൾ ഡേ എനർജിയായി നിൽക്കാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം അന്ന് പലപ്പോഴും നമ്മൾ അങ്ങനെ നോമ്പ് നോറ്റ് ശീലിച്ചിരുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ ഒരു അത്താഴം അത്തിപ്പഴത്തോളം അത്രയും കുറച്ച് കഴിച്ചാൽ തന്നെ അത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. അപ്പം ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് അത്താഴം. അത് നമ്മളൊരു ഡയറ്റ് എടുക്കുന്ന ഒരാൾ, അത് ലൈറ്റായിട്ട് നമുക്ക് എന്തും കഴിക്കാം. നമുക്കിപ്പോൾ ഈവൻ ഒരു 2 പത്തിരി കഴിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്മൂത്തി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ 2 ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു നട്ട്സ്, കുറച്ച് കുറച്ച് നട്ട്സുകളും അതുപോലെ തന്നെ ഈത്തപ്പഴം, ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാണ് എപ്പോഴും അത്താഴത്തിന് നല്ലത്. അതുകൂടെ അതിൻ്റെ കൂടെ തന്നെ ധാരാളം നമ്മൾ വെള്ളം കഴിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മന്ത് നന്നായിട്ട് ചൂടുള്ള കാലമാണ്. അപ്പോൾ നമുക്ക് ഡീഹൈഡ്രേറ്റ് ആയി വരാനും നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു വരാനും ഒക്കെ നമുക്കിത് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ലൈറ്റായിട്ടുള്ള എന്തും കഴിക്കാം. ഇപ്പോൾ ഒരു ഡയറ്റ് നോക്കാൻ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിടി നട്ട്സും അതുപോലെ തന്നെ ഈത്തപ്പഴം, അല്ലെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ബട്ടർ കോഫി കുടിക്കാം. അത് വളരെ നല്ലതാണ്. നമ്മളെ ഫാറ്റ് ബേൺ ചെയ്യാൻ ബട്ടർ കോഫി നല്ലതാണ്. അപ്പോൾ ബട്ടർ കോഫിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈത്തപ്പഴവും അതുപോലെ കുറച്ച് നട്ട്സും കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സ്മൂത്തി ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ഇപ്പോൾ റോബസ്റ്റ പഴം അതുപോലെ തന്നെ ഈത്തപ്പഴം നട്ട്സുകൾ ഇട്ട് നമുക്കൊരു സ്മൂത്തി, പാൽ ഒഴിച്ചിട്ട് നമുക്ക് ആൽമണ്ട് മിൽക്കോ ഏത് മിൽക്കാണെങ്കിലും നമുക്ക് കുറച്ച് ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള മിൽക്ക് നമുക്ക് ഉപയോഗിച്ച് ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് ആ സ്മൂത്തി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇനി അതല്ല, ദോശ ഐറ്റംസ്, അതായത് ഇപ്പോൾ നമുക്ക് രാഗി ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കാം, അല്ലെങ്കിൽ റവ ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി, അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള എന്നാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ് വളരെ കുറവുള്ള ഫുഡുകൾ നമുക്ക് ഈ ഒരു സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതാണ്. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഈ ഒരു അത്താഴ സമയത്ത് കഴിക്കുന്നത് നമുക്ക് വയറ് ഫില്ലായി നിൽക്കാനും നമുക്ക് വിശപ്പ് തോന്നിക്കാതിരിക്കാനും ഇത് വളരെയധികം സഹായിക്കും. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞു, സുബഹിൻ്റെ ബാങ്ക് കൊടുക്കുന്നതോടുകൂടി നമ്മൾ നോമ്പ് നോൽക്കാൻ തുടങ്ങുന്നു. പിന്നെ നോമ്പ് നോറ്റിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയം, അതായത് ഒരു മഗ്‌രിബിനോട് ചേർന്നിട്ടാണ്, മഗ്‌രിബിൻ്റെ ശേഷമാണ് നമ്മൾ നോമ്പ് മുറിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അധികം ആൾക്കാരും കൂടുതൽ മെയിൽസിലാണ് അത് കണ്ടുവരാറ്. നമ്മൾ നോമ്പ് നോറ്റിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു പകൽ സമയം മൊത്തം ഉറങ്ങി തീർക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഉറങ്ങി തീർക്കേണ്ട ഒരു സമയമല്ല റമളാൻ. നമ്മൾ നല്ലോണം ഇബാദത്ത് എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വെയിറ്റ് ലോസ് നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ അവർ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഹെവി വർക്കൗട്ട് അല്ലാതെ ഒരു മൈൽഡ് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതൊരിക്കലും നമ്മുടെ ശരീരത്തിന് ദോഷവും നമുക്ക് ഭയങ്കര ക്ഷീണമൊന്നും ഉണ്ടാക്കില്ല. ഒരു മൈൽഡായിട്ടുള്ള ഒരു വർക്കൗട്ട് നമുക്ക് അത്താഴം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങാതെ ആ ഒരു സമയത്തോ അല്ലെങ്കിൽ രാവിലെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കുറച്ച് വാക്കിംഗ് അതുപോലെ തന്നെ ചെറിയ മൈൽഡായിട്ടുള്ള വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വെയിറ്റ് ലോസിന് അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തോട്ട് വരാം. അതായത് രാവിലെ മുതൽ നമ്മൾ വൈകിട്ട് വരെ വിശന്നിരിക്കുകയാണ്, വെള്ളം കുടിക്കുന്നില്ല, ഒരു ഭക്ഷണവും കഴിക്കാതെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് കാണുന്നത് എന്തും കഴിക്കാനുള്ളൊരു
ത്വരയായിരിക്കും, ഒരു ഫീലായിരിക്കും. നമ്മൾ എന്ത് കണ്ടാലും ഇതെനിക്ക് അപ്പം കഴിക്കാൻ വേണം, ഇതെനിക്ക് കഴിക്കാൻ വേണം, ഇതെനിക്ക് കഴിക്കാൻ വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ധാരാളം പൊരിച്ച കടികൾ ഉണ്ടാക്കും, അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ഉണ്ടാക്കും, പലതരം വിഭവങ്ങൾ ഉണ്ടായിരിക്കും. 2-3 ഐറ്റം ദോശയും പത്തിരിയും അതുപോലെ തന്നെ പൊറാട്ടയും അതുപോലെ തന്നെ നെയ്ച്ചോറും, അങ്ങനെ പലതരം വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി ആ സമയത്ത് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ടൈമാണ് നോമ്പ് മുറിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിച്ച കടികൾ മാക്സിമം ഒഴിവാക്കുക. പ്രത്യേകിച്ച് വാങ്ങിയിട്ട് കടകളിൽ നിന്ന് വാങ്ങി നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു പൊരിച്ച കടി അത് കഴിക്കുമ്പോഴും അതിൽ മെഷർമെൻറ്റ്, അതായത് മെഷർമെൻറ്റ് ഉദ്ദേശിച്ച് എത്രണ്ണം എന്നുള്ളത് നമുക്കൊരു അറിവ് വേണം. അതായത് നോമ്പ് നോറ്റി ഇത്രയും നേരം പട്ടിണി കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു 4-5 പൊരിച്ച കടികൾ കഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും ഡ്രിങ്ക്സ്, ഒരുപാട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുക, അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷമാണ്. ശരിക്കും നോമ്പ് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓവറോൾ ബോഡിയിൽ കംപ്ലീറ്റ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ എംറ്റി ആയിട്ടുള്ള സ്റ്റൊമക്കിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള ഓയിലി ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് വീണ്ടും ദോഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ എപ്പോഴും നോമ്പ് തുടങ്ങുമ്പോൾ ഈത്തപ്പഴം 1 അല്ലെങ്കിൽ 3 ഈത്തപ്പഴം വെച്ചിട്ട് നോമ്പ് തുറക്കുക. നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കുമ്പം എപ്പോഴും നാരങ്ങ വെള്ളം മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് എന്താ പറഞ്ഞാൽ അതിന് അസിഡിറ്റി ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ നാരങ്ങ വെള്ളം ഒഴിവാക്കുക. അല്ലാതെ വേറെ ഏതെങ്കിലും ഡ്രിങ്ക്സ്, നിങ്ങൾക്ക് ജ്യൂസ് ഐറ്റംസ് കുടിക്കാം, മധുരം കുറച്ചിട്ടുള്ള ജ്യൂസുകൾ നിങ്ങൾക്ക് കുടിക്കുക ആ സമയത്ത്. പിന്നെ അതിന് ശേഷം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാം. നമ്മൾ ആ വെറും വയറ്റിലോട്ട് നമ്മൾക്ക് ഫ്രൂട്ട്സുകൾ ചെല്ലുന്നത് വളരെ നല്ലതാണ്. ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രെയർ കഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മുടെ മെയിൻ കോഴ്സ് കഴിക്കാം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു ഡയറ്റ്, അതല്ലെങ്കിൽ ഒരു പ്രോപ്പർ നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ അളവിലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന പൊരിച്ച കടിയുടെ അളവിലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന മെയിൻ കോഴ്സ് ആണെങ്കിലും എല്ലാത്തിനും നമുക്കൊരു കറക്റ്റ് മെഷർമെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഈത്തപ്പഴത്തിലും വളരെയധികം ഷുഗർ ഉണ്ട്, പലതും ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുള്ളതാണ് ഈത്തപ്പഴം. എപ്പോഴും ഡ്രൈ ഈത്തപ്പഴങ്ങളല്ല, നമ്മൾ കാരക്ക എന്ന് പറയുന്ന സംഭവം ഡ്രൈ ആയിട്ടുള്ളത് കഴിക്കുകയാണ് നല്ലത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ കണക്കില്ലാതെ കഴിക്കുക. ഫ്രൂട്ട്സ് നല്ലതാണ് ശരീരത്തിനെന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുന്നതും നമുക്ക് ഒരുപക്ഷെ ദോഷമായിട്ട് മാറും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെറിയൊരു ബൗള്, നമുക്കൊരളവ് എപ്പോഴും കണക്ക് വെക്കുക. അതിൽ നമ്മൾ ഒരു മെഷർമെൻറ്റ്, ചെറിയൊരു ബൗളിൽ, ആ ബൗളിൽ എല്ലാ മിക്സഡ് ഫ്രൂട്ട്സും കൂടി നമ്മൾ വെച്ചിട്ട് നമ്മളത് കഴിക്കുക. അപ്പോൾ നമുക്കൊരു കണക്ക് കിട്ടും നമ്മൾ എത്ര കഴിച്ചു എന്നുള്ളത്. പിന്നെ പൊരിച്ചകടി നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ വീട്ടിലുണ്ടാക്കിയ പൊരിച്ചകടി നമുക്ക് ഒന്ന് കഴിക്കാം. അല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റിവേഴ്സ് ആയിട്ട് തന്നെയാണ് എഫക്റ്റ് ചെയ്യുക. എപ്പോഴും നോമ്പ് കാലത്ത് എല്ലാവരും വെയിറ്റ് കൂടാണ് ചെയ്യാറ്. അതിനുള്ള പ്രധാന കാരണം ഒരുപക്ഷെ ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാം. അതും ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ രാഗി ഉപയോഗിച്ചിട്ടുള്ള, അതുപോലെ തന്നെ മറ്റ് റവ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ധാരാളം വെജിറ്റബിൾ സാലഡ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക. പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് ചിക്കൻ്റെ പീസുകൾ നമുക്ക് കഴിക്കാം. പിന്നെ മുട്ട പുഴുങ്ങിയത്, അല്ലെങ്കിൽ ചെറുപയർ കറികളോ ചെറുപയർ ഉപ്പേരികളോ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത്തരത്തിലുള്ളൊരു നമ്മളൊരു കറക്റ്റ് മെഷർമെൻ്റ് ഉള്ള ഒരു പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ അതിലൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരം ക്ഷീണിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള തളർച്ച വരാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നന്നായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ഇതിന് ശേഷം നമ്മളൊരു വർക്കൗട്ടും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞു, തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളൊരു ഹാഫ് ആൻ അവർ നല്ലൊരു കാർഡിയോ അല്ലെങ്കിൽ നല്ലൊരു ജിമ്മിൽ പോയിട്ട് ഒരു ഹാഫ് ആൻ അവർ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒരു 10 കിലോ വരെയൊക്കെ നമുക്ക് ഈ 30 ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ റമദാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെയിറ്റ് ലോസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞു നല്ലൊരു മാസമാണ്, നമ്മൾ നന്നായിട്ട് ഇബാദത്ത് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു നെയ്യത്ത് ഉണ്ടായിരിക്കുക. ഒപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ച് നമ്മളെ ശരീരത്തിനെ നന്നായിട്ടൊന്ന് റിജുവിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഓവറോൾ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. ഇനി ഡെൻ്റലിലോട്ട്, പല്ലിൻ്റെ കാര്യത്തിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ബാഡ് സ്മെല്ല്,
സ്മെല്ല് വായക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് റമദാൻ. അതായത് നമ്മൾ രാവിലെ മുതൽ ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല, പ്രത്യേകിച്ച് നമ്മൾ വയറിൽ അസിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് വായ ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പുവർ ഓറൽ ഹൈജീൻ ഉള്ള ഒരാൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് വായനാറ്റം നന്നായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ അഴുക്കില്ലാതെ പല്ലുകളും മോണകളും ഒക്കെ ഹെൽത്തി ആണോ എന്നുള്ളത് നമ്മൾ വൺസ് ഒരു റമദാൻ മാസത്തിൽ അല്ലെങ്കിൽ റമദാൻ മാസത്തിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ പല്ലുകളിൽ കേടുണ്ടെങ്കിൽ നമുക്ക് വായനാറ്റം നല്ലോണം അധികമായിട്ട് തോന്നും, അല്ലെങ്കിൽ വായിൽ പല്ലുകളിൽ അഴുക്ക് നിൽക്കുന്നുണ്ട്, മോണരോഗം ഉണ്ടെങ്കിൽ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വായനാറ്റം കുറച്ച് നോർമലി ആൾക്കാർക്ക് ഉണ്ടാകും. അപ്പോൾ നോമ്പും കൂടി ആകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അത് അധികരിച്ച് കാണിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു റമദാൻ മാസത്തിൽ നമുക്ക് വായും നമ്മളെ എല്ലാ ഓവറോൾ മോണകളൊക്കെ ഹെൽത്തി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പല്ല് പറിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ പറിച്ച് ഒഴിവാക്കുക. അല്ല നമുക്ക് നിർത്താൻ പറ്റുന്ന നല്ല പല്ലുകളാണെങ്കിൽ അതിനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സംരക്ഷിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായനാറ്റത്തിൻ്റെ ആ ഒരു തീവ്രത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മൾ വായ ഇടയ്ക്കൊന്ന് കഴുകി കൊടുക്കുന്നത് നമുക്ക് ഈ സ്മെല്ല് കുറയ്ക്കുന്നതൊക്കെ സഹായിക്കും. പിന്നെ ബ്രഷിങ് നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ പലരുടെയും ഡൗട്ടാണ് നമ്മൾ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് നോർമലി ആൾക്കാർ നോർമലി ബ്രഷ് ചെയ്തിട്ട് നമുക്ക് കിടക്കുന്ന ഒരാളാണെന്നെങ്കിൽ രാവിലത്തെ മീൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വായിലുള്ള മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിന് ഗുഡാണ്. അതായത് നമ്മുടെ ഓവറോൾ ഡൈജഷനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മുടെ വായിലുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പല്ല് തേക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പം നമ്മൾ ബ്രഷിങ് ചെയ്യേണ്ട ആവശ്യമില്ല. രാത്രി നന്നായി ബ്രഷ് ചെയ്ത് ഉറങ്ങുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് എന്ന് പറയുമ്പോൾ അത്താഴത്തിന് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ അത്താഴമൊക്കെ കഴിച്ചു നോമ്പൊക്കെ നോറ്റു പിന്നെ ഒരു ഉറക്കമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറങ്ങി രാവിലെ എണീക്കുന്ന ഒരാൾക്ക് ആ ഒരു സമയത്ത് ബ്രഷിങ് ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനും പല്ലിനും ഒക്കെ തന്നെ വളരെ നന്നായി നിർത്തും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.